ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് പറയൂ. സുഖമായി പോകുന്നു അല്ലേ? കുറച്ചുകൂടെ ആളുകൾ വീഡിയോയിൽ വന്നാൽ നന്നായിരുന്നു. ക്ലാസ് എടുക്കാൻ ഒരു എനർജി കൂടുതൽ കിട്ടും അല്ലെ നിങ്ങൾ കാണുമ്പോഴേ. ഓക്കെ, അപ്പോ നമ്മളിന്ന് സംസാരിക്കുന്നത് പഠനശീലങ്ങളെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹം നമുക്കുണ്ട് അല്ലേ? പഠിക്കണം എന്ന് അവർക്ക് ഒരുപാടായിട്ട് ആഗ്രഹിക്കും പലതും. അത് കോഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളാവാം. പഠനം പല തവണ തുടങ്ങിയിട്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും അല്ലെ സ്വർണം? പഠനം നല്ലൊരു ശീലമായി ഉള്ളവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പഠനം ഒരു ശീലമായി മാറിയവർ എത്ര പേരുണ്ട്? നല്ലൊരു ശീലമായിട്ട് പഠനം നടക്കുന്നുണ്ട്, മുന്നോട്ട് പോകും. ഏത് രീതിയിലും ആവട്ടോ, അത് കോഴ്സ് ആവണമെന്നില്ല, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആവണമെന്നില്ല. എന്തും പഠിക്കുക എന്നുള്ളതൊരു ശീലം. പുതിയ കാര്യങ്ങൾ പഠിക്കുക. കുറെ പേരുണ്ട്. കൺഗ്രാജുലേഷൻ, അടിപൊളി. ഒരുപാട് ആൾക്കാരുണ്ട്. ഗ്രേറ്റ് 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 ഗ്രേറ്റ്. ഈ ശീലം നന്നായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് ലൈഫിൽ വലിയ സക്സസ് ഉണ്ടാക്കുക എന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ അല്ലെ? നമുക്കറിയാം ഒരു കാര്യം ശീലമാവൽ എപ്പോഴാണ്? നേരത്തെ കുഞ്ഞലിമയുടെ പറഞ്ഞ പോലെ ആവർത്തനമാണ്. റെപ്പിറ്റീഷൻ ഈസ് എ കീ ടു സക്സസ്. വീണ്ടും 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 ചെയ്ത് 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 അതിലൊരു എക്സ്പേർട്ട് ആയിട്ട് മാറുന്നു. എന്തായാലും എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു ഇഫക്റ്റീവ് ഹാബിറ്റ്സ് പഠനത്തിൽ ഡെവലപ്പ് ചെയ്യുക? അതിനാദ്യം വേണ്ട എന്താണ്? നിങ്ങൾ ഫസ്റ്റ് വേണ്ട എന്താണ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഗോൾസ്, പഠന ലക്ഷ്യങ്ങൾ, സ്റ്റഡി ഗോൾസ്. എന്ത് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടത്, എന്തിനാണ് ഞാനത് പഠിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയും. വൈ? ഞാൻ എന്തിനാ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലെ? ഈ ക്ലാസ്സിൽ എന്തിനാ ഇരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഒരു വൈ ഉണ്ട് അല്ലേ ഇവിടെ? എന്താണ്? എന്തിനാണ് മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്നത്? ടൈപ്പ് ചെയ്യും. എന്തിനാണ്? മാറ്റം കൊണ്ടുവരാനാണ്. എന്ത് മാറ്റം? എന്ത് മാറ്റം കൊണ്ടുവരാൻ? പറയൂ പറയൂ. മാറ്റം കൊണ്ടുവരാൻ, എന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ, ഓക്കെ, പിന്നെ അറിവ് നേടാൻ, ജീവിതം മാറാൻ, എനർജി കിട്ടാൻ, തിരിച്ചറിവുണ്ടാവാൻ, സെൽഫ് മോട്ടിവേഷൻ, ലൈഫിനെ മാറ്റിമറിക്കാൻ. നമ്മളൊരു സ്വപ്നം കാണുന്നുണ്ട് അല്ലെ? നമ്മുടെ ഐഡിയൽ ലൈഫ്, ഒരു മാതൃകാ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അല്ലെ? ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എൻ്റെ ലൈഫ് ഇങ്ങനെയാവണം. നമ്മൾ മറ്റു പല ആളുകളിലും കണ്ട ലൈഫ് സ്റ്റൈൽ ആയിരിക്കാതെ ഇതുപോലെ ആവണം. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈഫാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്നൊരു, അതായിരിക്കും അവരുടെ ജീവിതത്തിൽ വിജയം. അത് നേടുമ്പോഴാണ് ലൈഫിന്റെ പൂർണ്ണത, സന്തോഷം അനുഭവിക്കാൻ കഴിയുക. ഗോൾസ്, ലക്ഷ്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാം? ലൈഫ് ഗോൾസ് ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജീവിതത്തിൽ മഹത്തായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ്. ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച്, ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം പഠിക്കണം? എല്ലാം പഠിക്കലല്ല, എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ ഞാൻ എന്തൊക്കെ പഠിക്കണം?
അല്ലെങ്കിൽ പൊതുവെ ജീവിതത്തെ കുറിച്ച് ഞാൻ എന്തൊക്കെ പഠിക്കണം, എന്റെ ജീവിതം ഹാപ്പി ആവാൻ ഞാൻ എന്തൊക്കെ പഠിക്കണം, എന്റെ ജീവിതം കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ, എന്നെ ഡെവലപ്പ് ചെയ്യാൻ പേഴ്സണലി എന്റെ ഗ്രോത്തിന്, അല്ലെ, എന്റെ ഗ്രോത്ത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ എത്രത്തോളം ഡെവലപ്ഡ് ആവുമോ, എത്രത്തോളം ഞാൻ എംപവേർഡ് ആവുമോ, അത്രയും വലിയ മാറ്റങ്ങൾ എന്റെ പ്രവൃത്തിയിലും സ്വഭാവത്തിലും ശീലത്തിലും സോഷ്യൽ ഇമ്പാക്റ്റിലും ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്, അല്ലെ. അപ്പോ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട വിഷയം. പഠിക്കുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലക്ഷ്യങ്ങളാണ്, ഗോളുകളാണ്, അല്ലെ. സ്വർണം, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മുടെ കോഴ്സ് പഠിക്കണം, എന്തുകൊണ്ട് ഡിഗ്രി എടുക്കണം, എന്തുകൊണ്ട് PG എടുക്കണം, എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം പഠിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ രണ്ട് രീതിയിൽ ഉത്തരം കിട്ടും. എങ്ങനെ? നമ്മുടെ കരിയർ, നമ്മുടെ ജോബ്, നമ്മുടെ സാമ്പത്തികം, നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ. മറ്റൊന്ന് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട്, കരിയറിനപ്പുറത്തേക്ക് ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ കൂടുതൽ എന്താണ് ജീവിതം, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ കർമ്മം എന്താണ്, എന്റെ ലൈഫിന്റെ പേർപ്പസ് എന്താണ്, എന്റെ മീനിങ് എന്താണ്, അല്ലെ, എന്റെ പാഷൻ എന്താണ്, ഞാൻ എന്ന വ്യക്തി കൊണ്ട് ഈ ലോകത്ത് എന്ത് കോൺട്രിബ്യൂഷൻ, അല്ലെ. എല്ലാവരും യുണീക്കാണ്, ഈ ലോകത്ത് ജയിക്കുന്ന എല്ലാവരും യുണീക്കാണ്, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. ആ യുണീക്ക്നെസ് കണ്ടെത്തിക്കൊണ്ട് ലോകത്തിന് എന്താണ് സമർപ്പിക്കാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഈ സർവീസ്, നമ്മുടെ സർവീസ്. പക്ഷെ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഈ പൊട്ടൻഷ്യൽ കണ്ടെത്താതെ മരിക്കുന്നു. 95% ആൾക്കാരും, 90% മുകളിൽ ആളുകൾ ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ഈ മഹത്തായുള്ള പൊട്ടൻഷ്യൽ കാണാതെ മരിച്ചു പോകുന്നു എന്നുള്ളത്. ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് അത് ഉപകരിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ പൊട്ടൻഷ്യൽ എന്താണ്, എന്റെ ലൈഫ് പേർപ്പസ് എന്താണ് എന്ന് ഞാൻ സ്വയം കണ്ടെത്തിയിട്ട് അത് സമൂഹത്തിന് നൽകുക. അത് വിശാലമായ ഒരു കർമ്മമണ്ഡലാണ്, അല്ലെ. അത് സമൂഹത്തിന് എന്ത് ചെയ്യാൻ നൽകുക. അതാണ് ജീവിതം അർത്ഥപൂർണമാവുക. നിയോഗം എന്നൊക്കെ പറയാം. ഓരോരുത്തർ ഇപ്പൊ ഈ ക്ലാസ് എടുക്കുക എന്നത് എന്റെ നിയോഗം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്, അല്ലെ. ഇതൊരു നിയോഗം പോലെ, ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട്, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് ആവർത്തിച്ച് ചെയ്യുന്നതോറും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ജീവിതത്തിന്റെ അർത്ഥം, അല്ല, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, പേർപ്പസ്, ആ ലക്ഷ്യം, ആ നിയോഗം, അതിന്റെ പൂർത്തീകരണത്തിന്, അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് പഠിക്കണം ഒരു ഭാഗത്ത്. അതേസമയം നമ്മളുടെ സാമ്പത്തികമായുള്ള നമ്മുടെ സേഫ്റ്റി, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വരുമാന മാർഗങ്ങൾ, അതാണ് ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്നത്. ജീവിച്ചു പോകാനുള്ള വരുമാന മാർഗം. അതിനും അപ്പുറത്തേക്ക് ഞാൻ കാണുന്ന എന്റെ വലിയ കരിയർ സ്വപ്നം, എന്തു ആവാം, ജോലിയാവാം, ബിസിനസ് ആവാം, അതിലൂടെ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് പഠിക്കണം എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക. എന്തായാലും പഠിച്ചേ പറ്റൂ. സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ അറിവ് നേടിയേ പറ്റൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്, ഞാൻ കൂടുതൽ ഹാപ്പി ആവേണ്ടതുണ്ട് എന്നുള്ള സ്വയം തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ, അല്ലെ, നമ്മൾ നമ്മളെ തിരിച്ചറിവ് കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം, എന്നുള്ള അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ നിരന്തരമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ആ ലക്ഷ്യം, ആ എൻഡ് കാണുക എന്നത്, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നമ്മൾ ആ എൻഡ് കാണും, അറ്റം കാണും. ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതിന് ഡെസ്റ്റിനേഷൻ കാണും, ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്ന് കാണും, അല്ലെ. എന്നതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിന്റെ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കും, പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് ഒരു പക്ഷെ മനസ്സിലായില്ലെങ്കിലും ഒരു ബേസിക് ധാരണയെങ്കിലും ഉണ്ടാവും.
ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അവ്യക്തമായിരിക്കും അല്ലെ? ഭയങ്കരമായുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, എങ്ങോട്ടുള്ള യാത്ര, ഈ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്ര. അപ്പൊ എന്ത് ചെയ്യാം? ആ എന്റെ റിസൾട്ട് മനസ്സിൽ കാണുക എന്നത്, വിഷ്വലൈസേഷൻ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ചോദിക്കുക, അല്ലെ, എന്താണ് ആക്ച്വലി ഞാൻ നേടേണ്ടത്? സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താണ്, A+ നേടുക എന്നായിരിക്കാം. കുറച്ചുകൂടെ വലിയ ആളുകളാകുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി നേടുക എന്നായിരിക്കാം. ജോലി നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി പ്രൊമോഷൻ ആയിരിക്കാം. PSC കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ബിസിനസ് ചെയ്യാനായിരിക്കാം. എന്താണ് എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടാവുക, എഴുതുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ എന്താണ് എന്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തായി തീരാനാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് പഠനം ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മളെ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്തിനേയും മാറ്റി മറിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ അഫർമേഷൻസ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെൽഫ് ടോക്ക്. ഓക്കെ, അപ്പൊ എനിക്കതിന് സാധിക്കും, എനിക്കതിന് പറ്റും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ, ഞാൻ കൂടുതൽ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്, ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാം? അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, മെന്റൽ പിക്ചർ കാണുക. ഇന്റർനാഷണൽ ട്രെയിനർ എന്നുള്ള ഒരു മെന്റൽ പിക്ചറിലാണ് വർഷങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാട്ടോ നിങ്ങൾക്ക്? ആ ഒരു ട്രെയിനിങ് എടുക്കുക എന്നുള്ള ഒരു പിക്ചർ, ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ മനസ്സിൽ ഈ പിക്ചർ കണ്ട് നിരന്തരമായിട്ട് അഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ നിരന്തരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു യാത്രയിൽ, ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എത്രത്തോളം നിങ്ങളുടെ ലക്ഷ്യം തീവ്രമാണോ അത്രത്തോളം നിങ്ങളുടെ യാത്രയുടെ വേഗത കൂടും. അത്രത്തോളം നിങ്ങളുടെ മുന്നിൽ വരുന്ന ബ്ലോക്കുകൾ പെട്ടെന്ന് ഇല്ലാതായി തീരും. കുറെ ആളുകൾ പറയുന്ന കാര്യമാണ്, ബ്ലോക്കാണ്, എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടില്ല, ഭർത്താവിന്റെ സപ്പോർട്ടില്ല, എന്റെ ഫാമിലിയുടെ സപ്പോർട്ട്, എന്റെ കയ്യിൽ സാമ്പത്തികമില്ല. ഇതെല്ലാം നിങ്ങൾ പറയുന്നത് കളവാണ്. ഇതൊന്നും എല്ലാം സുലഭമായി ഉള്ളവർ എവിടെയും എത്തിയിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ലോകത്ത് വിജയിച്ച ആളുകൾ. എന്തുകൊണ്ടാണ്? അവർക്ക് ആകമായി ഉണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താണത്? ആകെയുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താണ്? അവിടെ കൈ മുതലായുള്ളത്, ആകെയുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. എന്താണ്? സ്ട്രോങ് ആയുള്ള, അതെ, പോസിറ്റീവ് ആയുള്ള മൈൻഡ് സെറ്റ് മാത്രമാണ്. 2 ആഴ്ച മുന്നേ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഒരു റൂം എന്നതിന് മുമ്പൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ, പഠിക്കാനും ഒരുമിച്ചിരിക്കുന്നത്. അവരോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു മേഖലയുണ്ട്, നിങ്ങൾ വരൂ, അവസരങ്ങളുണ്ട്, പഠിക്കാം, കുറെ കാര്യങ്ങളുണ്ട്, കുറെ കോഴ്സുകൾ, ട്രെയിനിങ്ങിന് പോകും. പലപ്പോഴും എന്ത് ചെയ്യില്ല, അവരും അത് പരിഗണിക്കുക, അത് ശ്രദ്ധിക്കാറില്ല, പരിഗണിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അറ്റൻഷൻ കൊടുക്കില്ല. പക്ഷേ ഇപ്പോ എന്താ സംഭവിച്ചാല്, ഇപ്പൊ അവരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമ്മൾ സക്സസ് നേടുമ്പോഴാണ് ആളുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുക. ആളുകൾ അതുവരെ എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത, ഞാൻ പറഞ്ഞത് മൈൻഡ് ചെയ്യാത്ത പല ആളുകളും ഇപ്പോൾ എന്നോട്, എന്താണ് EFT, എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടുന്ന് അത് പഠിക്കുക, ഏത് പുസ്തകം വായിക്കല്, എന്തെല്ലാം ചോദ്യങ്ങൾ അറിയോ, എവിടെയാ പുസ്തകങ്ങൾ കിട്ടുക, എപ്പോഴാ നിന്നെ ഒന്ന് മീറ്റ് ചെയ്യുക, ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയാണ്, എപ്പോഴാ ഒന്ന് സംസാരിക്കണം, 5 മിനിറ്റ് 10 മിനിറ്റ്, എപ്പോഴാണ് സംസാരിക്കുന്നത്, ഞാൻ ശല്യം ചെയ്യാൻ കേട്ടോ, എപ്പോഴും സമയം തരണേ. ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ അത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമുക്ക് മനസ്സിലായാൽ മതി, നമുക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ മതി. സപ്പോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എക്സ്ക്യൂസസ് ആണ് നമ്മൾ പലപ്പോഴും പറയാം. അപ്പൊ എക്സ്ക്യൂസ് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? എന്താണോ വേണ്ടത് അത് ഡെയിലി നോട്ട് എഴുതി അത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണത്. ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡിംഗ്
എ സ്ട്രോങ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഡെയിലി അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ആ കരിയറിലേക്ക് എത്രയും ഫാസ്റ്റ് എത്താൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അത്രയും തീവ്രമായുള്ള ആഗ്രഹം ആ ലക്ഷ്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം തീവ്രമാണോ, എത്രത്തോളം ബേണിംഗ് ഡിസയർ നിങ്ങൾക്കുണ്ടോ, തീവ്രമായുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടോ, അത്രത്തോളം നിങ്ങളുടെ ബ്ലോക്കുകളുടെ ശക്തി ഇല്ലാതായി തീരും. മല പോലെ വരുന്ന പല പ്രശ്നങ്ങളും മഞ്ഞ് പോലെ ഉരുകിപ്പോയെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ സംഭവിക്കും. ആഗ്രഹത്തിന്റെ തീവ്രതയാണ്, ലക്ഷ്യത്തിന്റെ തീവ്രതയാണ്, നേടിയെടുക്കാൻ പറ്റുന്ന വിശ്വാസത്തിന്റെ ശക്തിയാണ്. നേടിയെടുത്തേ പറ്റൂ എന്നുള്ളൊരു വാശി അതിന്റെ പിന്നിലുണ്ട്. സ്റ്റഡി ഹാബിറ്റ്സ് എപ്പോഴും നമ്മൾ ഉണ്ടാവേണ്ടത് നിരന്തരമായിട്ടുള്ള ആ ഒരു വാശി, വീറും വാശിയും വേണം. ആരോട്? മറ്റുള്ള ആളുകളോടല്ല, നമ്മളോട് തന്നെ നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചലഞ്ച് അതൊരു ചലഞ്ച്. ഡെയിലി നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. എങ്ങനെ ചലഞ്ച് ചെയ്യണം? ഇന്ന് ഇത്രയാണ് പഠിച്ചത്, ഇന്ന് ഒരുപാട് സമയം ഞാൻ പഠിച്ചു, പക്ഷേ ബാക്കി സമയം നോക്കുമ്പോ എന്താണ്? പഠിക്കാത്ത സമയം കൂടുതൽ സമയം ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചലഞ്ച് യുവർ സെൽഫ്. ഇന്നലെ ടൈം മാനേജ്മെന്റിൽ പറഞ്ഞില്ലേ, 86,400 സെക്കൻഡുകൾ കിട്ടിയിട്ട് 1440 മിനിറ്റ് കിട്ടിയിട്ട് അതിൽ മിക്ക 80% നശിപ്പിച്ചിട്ട് ഉപയോഗിക്കാതെ ഞാൻ പോവുകയാണെങ്കിൽ അതിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ബോധം കൊടുക്കുക. എന്റെ സമയം ഞാൻ വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ടൈം മാനേജ്മെന്റ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി ഹാബിറ്റ്സ്, സമയത്തെ കൃത്യമായിട്ട് ഞാൻ വിനിയോഗിക്കുന്നു എന്ന് അഫർമേഷൻ ആദ്യം കൊടുക്കുക. അഫർമേഷൻ എഴുതണോ പറയണോ എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുമോ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ടൈം നന്നായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം? ടൈം മാനേജ്മെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്ലാനിങ്. ടൈമിനെ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെന്ത് ചെയ്യാം? ലിസ്റ്റിംഗ്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഇപ്പൊ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. രാവിലെ എന്താണ് നമ്മൾ ആ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അതിൽ നമ്പർ കൊടുക്കുക. 1 പ്രയോറിറ്റൈസിങ്. എന്താ പ്രയോറിറ്റൈസിങ്? അതിൽ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ളത് പിന്നെ വരുന്ന ഓർഡറിൽ 1 2 3 4 5 6 എന്നിട്ട് ഈവനിങ് നോക്കുക, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ ടിക്ക് ചെയ്യുക. ഓരോന്നും ടിക്ക് ചെയ്ത് പോവുക. നിങ്ങൾ ശരിക്കും ചെയ്ത് നോക്കൂ. നല്ല ശീലമാണ് പ്ലാനിങ്, ലിസ്റ്റിംഗ്. പ്ലാൻ ചെയ്ത് എന്ത് പഠിക്കണം, ആദ്യം ലക്ഷ്യം തീവ്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള യാത്രയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഡെയിലി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ ഇത്ര ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടത് അതേപോലെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ചെയ്യണം, എഴുതണം. കുറെ ആൾക്കാർ മനസ്സിൽ വിചാരിച്ചാൽ മതിയോ? ഇല്ല, മനസ്സ് ഡിസ്ട്രാക്റ്റ് ആയി പോകും. ഒരുപാട് ആൾക്കാര് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ലക്ഷ്യങ്ങളുള്ളൂ. അവിടെ പ്രത്യേകത എന്താണ്? അവരെഴുതുന്നവരാണ്. ലോകത്ത് 3% താഴെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഗോളുകൾ എഴുതുന്നവർ 3% താഴെ മാത്രമേ. അതിൽ 1% അതിന്റെ ഹൈ സക്സസ്. അറിയാലോ, ലോകത്ത് 1% മാത്രമാണ് ബില്യനേഴ്സും മില്യനേഴ്സും അല്ല ആളുകൾ എന്ന് പറയുന്നത്. അവർ ആഗ്രഹിച്ച ലൈഫ് എത്തുന്നത്. കാരണം അതവരുടെ ഗോളുകളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് അവസാനം അത്രയും കടഞ്ഞെടുത്ത ആളുകൾ, അത്രയും ഫോക്കസ്ഡ് ആയി, അത്രയും അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിരന്തരമായിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് കൂടെ എനിക്ക് പറ്റും, എനിക്കതിന് സാധിക്കും എന്നുള്ള അഫർമേഷൻസ് കൊടുക്കൽ അവർക്ക് ശീലമാണ്. പിന്നെന്ത് ചെയ്യാം? സെലിബ്രേറ്റ് അച്ചീവ്മെന്റ്സ്. ചെറിയ 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 നേട്ടങ്ങളെ ആഘോഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കണ്ണാടിന്റെ മുന്നിൽ പോയി നിൽക്കുക, എന്നിട്ട് പറയാം ഇതല്ലേ ചെയ്തുള്ളൂ എന്നല്ല പറയേണ്ടത്. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ, വെരി ഗുഡ്, വെൽ ഡൺ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. സ്വയം കൺഗ്രാജുലേഷൻ പറയാം. ആത്മാർത്ഥമായിട്ട് സ്വയം അഭിനന്ദിക്കാനുള്ള മനസ്സുണ്ടാവുക. സെൽഫ് അപ്രീസിയേഷൻ നമുക്ക് വലിയ എനർജിയാണ് നൽകുക. ഓക്കെ, ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ആസ്വദിക്കണം എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പും
ലക്ഷ്യം നേടാനുള്ള യാത്രയിലാണ് നമ്മള്, അല്ലെ? ആ ലക്ഷ്യം നേടാനുള്ള യാത്രയിൽ ലക്ഷ്യത്തെ കുറിച്ച് മാത്രമല്ല, ആ ലക്ഷ്യം നേടിയാലുണ്ടാകുന്ന സന്തോഷം മാത്രമല്ല, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നേടിയാൽ എന്റെ ലൈഫ് എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളത് ആ ഒരു ഫീൽ നമുക്കുണ്ടാകും. അതാണ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. അത് നേടിയ ഫീൽ വേണം. അതിനു പുറമെ ഓരോ സ്റ്റെപ്പുകളും എൻജോയ് ചെയ്യാൻ പറ്റണം. അതാണ് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്പുകളും അറിഞ്ഞുകൊണ്ട് വെക്കുക, അത് എൻജോയ് ചെയ്യുക, അതിങ്ങനെ നോട്ട് ചെയ്യുക. അതിന്റെ അച്ചീവ്മെന്റ്സ്, എനിക്ക് ഇത്ര നേടാൻ പറ്റി, ഇത്ര നേടാൻ പറ്റി, ഇത്ര നേടാൻ പറ്റി, ഇത്ര നേടാൻ പറ്റി. അങ്ങനെ കൊടുത്ത് 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 മുന്നോട്ട് പോവുക, അല്ലേ? എന്താണ് അതിനെന്ത് ചെയ്യാം? അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ വിരസത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും? കുറെ സമയം അതന്നെ ചെയ്ത് പോകുമ്പോൾ അവിടെ ചെയ്യേണ്ടത് യൂസ് വെറൈറ്റി മെത്തേഡ്സ് ആണ്. അവിടെ നമ്മൾ വെറൈറ്റിയിൽ കാര്യങ്ങൾ ചെയ്യും. ഒരേ രീതി ചിലപ്പോൾ കുറേ സമയം വായിക്കലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയും അത് അറിയാതെ മനസ്സ് ഡിസ്ട്രാക്ട് ആയി പോകും, ഉറങ്ങിപ്പോകും, മയങ്ങിപ്പോകും. അവിടെ എന്താ ചെയ്യേണ്ടത്, അല്ലെ? അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ മാറ്റുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇരുന്ന് വായിക്കുക എന്നുള്ള ശീലം അത് കുറച്ചായിരിക്കാം. ചിലപ്പോൾ ഇരുന്ന് വായിക്കുന്നതിന് പുറമെ അത്തരം ഓഡിയോസ് കേൾക്കലായിരിക്കാം. അത്തരം റിസോഴ്സുകൾ യൂട്യൂബിൽ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് അത് കേൾക്കലായിരിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകൾ, നമുക്ക് വേണ്ട ക്ലാസ്സുകളായിരിക്കാം. അത്തരം ക്ലാസ്സുകൾ, കോഴ്സുകൾ ജോയിൻ ചെയ്ത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? ക്ലാസ് കേട്ടിട്ട് നോട്ട് ചെയ്തെടുക്കുന്നത് പോലെ. ഇപ്പോഴും എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ഒരു നോട്ടും ചെയ്യാതെ വെറുതെ ചാരിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും ഇഫക്റ്റീവായുള്ള മാർഗം എന്താണ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറെ ആളുകളുണ്ട്, ഞാൻ കാണുന്നത് കുറെ ആളുകളെ രാവിലെ തന്നെ ഒരുങ്ങി ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ മാറ്റി അത്തറൊക്കെ പൂശിയിട്ട് ആ സ്റ്റഡി ടേബിളിൽ നിന്നിട്ട് പേനയും ബുക്കോട് ഒരു പോയിന്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്രീസിയേഷൻ, കൺഗ്രാജുലേഷൻ. അവരാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുക. എഴുതി വെച്ചോളൂ എന്തെങ്കിലും മാറ്റം. എന്റെ ക്ലാസ്സിലല്ല, ഏത് ക്ലാസ്സിലും നോട്ട് ടേക്കിംഗ് എന്നാണ് പറയുക. ഇതിന്റെ പേരാണെന്ത്? നോട്ട് ടേക്കിംഗ് സ്കിൽസ്. ശരിക്കും നോട്ട് ചെയ്തോട്ടോ. ഈ നോട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ പേന ഉണ്ടാവില്ല, ബുക്കും ഉണ്ടാവില്ല, ബെഡിൽ ചാരി കിടക്കുകയായിരിക്കും. റിസൾട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ ഈ സീരിയസ് ആയിട്ട്, ഞാനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ രാവിലെ 6 മണിക്ക് മെഡിറ്റേഷൻ വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷ് ആണെങ്കിൽ അത്രയ്ക്ക് പൂശി കോട്ട കിട്ടി ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ അവിടെ ബെഡിൽ ചാരി കാലം കിട്ടുന്നുണ്ട്, പാതി മയക്കത്തിൽ കേൾക്കുമ്പോ ഞാൻ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ എത്ര തമാശയിലാണ് ഇത് കാണുന്നത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ അവയർനെസ് കൊടുക്കണം നമ്മള്, അല്ലെ? ഇതാണ് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത്. ഞാൻ എത്രത്തോളം, അല്ലെ, എത്രത്തോളം എന്താണ് സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എത്രത്തോളം ഇത് നോട്ട് അല്ലെ, അത് റെസ്പെക്ട് കൂടിയാണ്. നമ്മളോട് റെസ്പെക്ട്, ക്ലാസ് എടുക്കുന്ന ആളോട് റെസ്പെക്ട്. എന്നോട് റെസ്പെക്ട് വേണമെന്ന് ഞാൻ പറയില്ലട്ടോ. ഞാനല്ല, ആരാണോ ചെയ്യുന്ന അവരോട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച്, ആ രീതിയിൽ സമീപനം, ആ സീരിയസ്നെസ് അത് ഉൾക്കൊള്ളുക എന്നുള്ളത് അവിടെയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പോസ്റ്റർ, അത് സ്റ്റഡി പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയതുകൊണ്ട് റിസീവർ മൈൻഡ് സെറ്റിലെ സ്റ്റഡി പോസ്റ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, അല്ലെ? ചിലർക്ക് അധിക സമയം ഇരിക്കാൻ പറ്റൂല, അത് നടക്കേണ്ടി, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബോഡി മൂവ് ചെയ്യേണ്ടി വരും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എങ്കിൽ പോലും അതിനൊരു സിസ്റ്റം ഉണ്ടാവുക, അല്ലെ? യെസ്, അവിടെ എന്താണ്? അതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് സ്റ്റഡി ഹാബിറ്റ്സ്. നിങ്ങൾ ഏത് ക്ലാസ് കേൾക്കുകയാണെങ്കിലും, അല്ലെ, പഠനം ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും പാസീവ് ലേണിംഗ് അല്ല. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വീഡിയോയിൽ വരണം എന്ന് പറയാനുള്ള കാരണം എന്താ? വീഡിയോയിൽ വരണം എന്ന് പറയാൻ കാരണം എന്താ? അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. വീഡിയോയിൽ വരാതിരിക്കുന്ന സ്വഭാവം എന്താ? കുറ്റപ്പെടുത്തല്ലോ, ഒരിക്കലും വിചാരിക്കരുത്. വീട്ടിൽ തിരക്കൊണ്ട് അടുക്കളയിൽ ബിസി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും വീഡിയോക്ക് സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ സ്റ്റഡി ഹാബിറ്റ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീഡിയോയിൽ കണ്ട ആളുകളെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ശ്രദ്ധിക്കണേ, എവിടെ കണ്ടാലും, ഇത് ഏത് പ്രോഗ്രാമിൽ കണ്ടാലും പേരെടുത്ത് ഞാൻ വിളിക്കാറുണ്ട്. എന്നാൽ കുറെ ആൾക്കാരുണ്ട് ഇതുവരെ ഞാൻ കാണാത്ത, എന്നെ നന്നായിട്ട് അറിയാം.
സാർ അറിയില്ലേ? എന്താ അറിയുന്നത്? എവിടുന്ന് അറിയാനാണ്? കാരണം ഒരൊറ്റ പ്രാവശ്യം പോലും വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല. ഒന്ന് ഫീഡ്ബാക്ക് പറയാതെ ഒരു അൺമ്യൂട്ട് ചെയ്ത് ഒരു വാക്ക് പറയരുത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സ്കൂൾ പഠിച്ച സമയത്ത് ഉത്തരം പറയുമ്പോ ടീച്ചർ നോട്ട് ചെയ്യും അല്ലെ? ക്ലാസ് ലൈവായിട്ട് ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് നോട്ട് ചെയ്യും. ഒരു ക്ലാസ്സിൽ ഏത് സ്റ്റുഡൻസിന്റെ പേരാ പഠിക്കുക ടീച്ചേഴ്സ്? രണ്ട് തരത്തിലുള്ള കുട്ടികളുടെ പേരാ പഠിക്കുക അല്ലെ? ഒന്ന് നന്നായി പഠിക്കുന്ന ആളുകളും മറ്റും നന്നായിട്ട് കച്ചറ കളിക്കുന്ന ആളുകളും അല്ലെ? ആവറേജ് ആൾക്കാർ ആരും അറിയാതെ പോകും അല്ലെ? രസമാണോ? നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ടീച്ചറിന് ഓർമ്മയുണ്ടാവും. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ, എളിയപ്പെട്ടവരൊക്കെ. ഇവിടെ കുറെ സാധുക്കൾ അങ്ങനെയാണ്. ആരും ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ആരും അറിയാതെ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങോട്ട് പോയിക്കോളൂ സാറിന് അങ്ങനെ അങ്ങനെ പോവാൻ നമ്മുടെ ചോയ്സ്. കുറെ ആൾക്കാർ വീഡിയോയിൽ വന്നിട്ടോ. ഇത് പറഞ്ഞപ്പോ തന്നെ കുറെ വീഡിയോയിൽ വന്നു. യെസ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. സ്റ്റഡി ഹാബിറ്റ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ആക്റ്റീവ് ആൻഡ് ലൈവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോയിൽ വരും. ആരാണ് ഉത്തരം പറയാം? സർ ഞാൻ ഉത്തരം പറയാം അല്ലെ? ആരാണ് ഫീഡ്ബാക്ക് പറയാം? ഞാൻ പറയാം. അത് അഹങ്കാരമല്ല, അത് അവസരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റഡി ഹാബിറ്റ്സ് പുതിയ 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 വെറൈറ്റികൾ, അവസരങ്ങൾ ഉപയോഗിക്കും. കിട്ടിയ അവസരം, കിട്ടിയ ചാൻസുകൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ. നോട്ട് ടേക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. നോട്ട് ടേക്കിംഗ്, വീഡിയോയിൽ വന്ന് ആക്റ്റീവായിട്ട് നോട്ട്സ് ചെയ്തെടുക്കുക, നോട്ട് ടേക്കിംഗ്. പിന്നെ നോട്ട് മേക്കിംഗ്. എന്താ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്? നോട്ട് മേക്കിംഗ്, നിങ്ങൾ പുസ്തകം വായിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാറില്ലേ? ആ അണ്ടർലൈൻ ചെയ്യുന്ന ആ പോയിന്റുകൾ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ നോട്ട്സ് ആക്കിയിട്ട് നിങ്ങളുടെ നോട്ട്സ് ആയി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുമ്പോഴാണ്. ഇപ്പൊ എന്റെ ക്ലാസ് കേട്ടു നിങ്ങൾ, ഇവിടെ നിങ്ങൾ നോട്ട് ടേക്കിംഗ് ആണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യാം, നോട്ട് മേക്കിംഗ് കൂടെ ചെയ്യുന്ന. നോട്ട് മേക്കിംഗ്, ഇപ്പോൾ നിങ്ങൾ എഴുതിയ പോയിന്റ് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ എഴുതിയ പോയിന്റ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഈ ക്ലാസ്സിനെ വിഷ്വലൈസ് എഴുതി നോക്കൂ. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനത്തെ ആളുകൾ എനിക്ക് കാണണം. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു ശീലമായിരുന്നു. എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ എഴുതിയ കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങളുടേതായ രീതിയിൽ ഒരു 4-5 പേജ് ഇന്നത്തെ ക്ലാസ്സിന്റെ എനിക്ക് മനസ്സിലായ എന്റെ റിവ്യൂ പോലെ. ഓക്കെ, കൺഗ്രാജുലേഷൻ. കുറെ ആളുകളുണ്ട്. ഒരു സക്സസ് സീക്രട്ട് ആട്ടോ, വളരെ ഇഫക്റ്റീവ് ആയ സ്റ്റഡി ഹാബിറ്റ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുത്ത് എന്റെ നോട്ട്സ് ഉണ്ടാവും. എന്റെ നോട്ട്സ് മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ എഴുതി. അങ്ങനെയാണ് EFTയുടെ ഈ ഒരു മാസത്തെ കോഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്ക് 10 വർഷം മുന്നേ ഞാൻ ചെയ്ത അന്ന് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ എഴുതും, പലയിടത്തും കിട്ടുന്ന റിസോഴ്സുകൾ വായിക്കും, കേൾക്കും. ഇവിടെ അവസാനം ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കുറച്ചേരം മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ എന്റെ ഉള്ളിൽ കുറെ ആശയങ്ങൾ വരും. ഈ ആശയങ്ങൾ ഇങ്ങനെ എഴുതി വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊഡ്യൂളായിട്ട് മാറി എന്നുള്ളത് ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്യോ? പ്രശ്നോ? സീക്രട്ട് ഒരു സ്റ്റഡി ഹാബിറ്റ് ആണ്. ഈ ക്ലാസ് കേട്ട് പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങളുടേതായ നോട്ട്സുകൾ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ നേരെ കോപ്പി അല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ, ഞാൻ പോലും അറിയാത്ത, ചിന്തിക്കാത്ത കുറെ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതും കൂടെ മിക്സ് ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങളുടെ സാധനമായി മാറി, നിങ്ങളുടേതായ. അതാണ് നോട്ട് മേക്കിംഗ്. അവ രണ്ട് സ്കില്ലാണ്. ഒന്ന് നോട്ട് ടേക്കിംഗ് സ്കിൽസ്, നോട്ട് മേക്കിംഗ് സ്കിൽസ്. ക്ലിയർ ആണോ? നോട്ട് ടേക്കിംഗ് സ്കിൽസ്, നോട്ട് മേക്കിംഗ് സ്കിൽസ് സ്റ്റഡി ഹാബിറ്റ്സ് ആണ്. എഴുതണം. എഴുതാതെ വെറുതെ പാസീവായിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത് റിസൾട്ട് കുറവായിരിക്കും. തീരെ റിസൾട്ട് ഇല്ല എന്നല്ല, റിസൾട്ട് കുറവായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ പോയിന്റുകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്ന രീതി, മറ്റൊരു രീതി ഞാൻ പറഞ്ഞുതരാം. ഈ പോയിന്റുകളൊക്കെ വായിച്ചിട്ട് ഞാനിങ്ങനെ ആ ബുക്ക് അവിടെ വെച്ചിട്ട് ആ പോയിന്റുകൾ മനസ്സിലാക്കുന്ന ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നുകൊണ്ട് ഒന്നിങ്ങനെ ഉള്ളോട്ടെടുത്തിലാണ് ഇങ്ങനെ അല്ലെ? അപ്പൊ ഉള്ളിന്ന് കാണാം, അതുമായി കണക്ട് ആയി ഒരുപാട് പുതിയ പുതിയ നല്ല ഒരു എന്താ പറയാ
ഒരു ഫീലോടുകൂടെ, നല്ലൊരു ഫീലോടുകൂടെ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വരും. അങ്ങനെ ആശയങ്ങൾ വന്നതാണ് നമ്മളെ കോഴ്സും കമ്മ്യൂണിറ്റിയും ഇങ്ങനെ ബിൽഡ് ചെയ്തത്. ഇത് വെറുതെ ആയതല്ല. ഇതിങ്ങനെ ഞാൻ എന്നെ തന്നെ ചെയ്ത് ടീമായിട്ട് എല്ലാ ടീമും ഡിസ്കസ് ചെയ്യും, ആശയങ്ങൾ പങ്കുവെക്കും, അല്ലെ? ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യും. അവസാനം നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, വെറൈറ്റി ആയിട്ട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് റീഡിങ് ആവാം, റൈറ്റിംഗ് ആവാം, വീഡിയോ ക്ലാസ് കേൾക്കലാവാം. പിന്നെന്താണ് മറ്റൊരു കാര്യം, പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചില കാര്യം ഇവിടെ ഒരാൾ പറഞ്ഞു, പഠിച്ചതൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല, ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്നെ പറ്റി പറയുന്നതാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ എല്ലാം പറയുന്നുണ്ടോ, എങ്കിലും ഞാൻ പരമാവധി ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, ഞാൻ അങ്ങനെ മറച്ചു വെക്കാതെ ഓപ്പണായി സംസാരിക്കുന്ന പ്രകൃതമാണ് എന്നെ കുറിച്ച് പറയാറുണ്ട്. തോന്നിയിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മോർണിംഗ് ക്ലാസ്സിൽ പരമാവധി ഷെയർ ചെയ്യാറുണ്ട്. പുതിയ അപ്ഡേറ്റ് ആയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്, അല്ലേ? യെസ് ഓർ നോ? അപ്പൊ എന്താണ്, അതാണ് നമ്മള് ആ തുറന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോണ്ടാകുന്ന ഗുണം എന്താണ്? സംസാരിച്ചുകൊണ്ട് നഷ്ടമില്ല എന്ന് മാത്രമല്ല, ചിലർക്ക് പേടിയാണ്, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. എന്നോട് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ്, മറ്റുള്ള പല സ്ഥലങ്ങളിലും വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്ന കാര്യം സാറ് രാവിലെ ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും വിളമ്പുന്നു. എന്നെ പറ്റി പറഞ്ഞതാണ്, പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടോ. മറ്റുള്ള പല സ്ഥലങ്ങളിലും ക്യാഷ് കൊടുത്ത് എടുക്കുന്ന കോഴ്സുകളെ വലിയ വലിയ ടോപ്പിക്കുകളാണ് നമ്മുടെ ഇവിടെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്, അല്ലേ? യെസ്. എന്തിനാ ഞാൻ പറയുന്നത്? ആരാ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അത് എന്റെ ദൗത്യമാണ്, എന്റെ കർമ്മമാണ്, ഞാൻ ചെയ്യേണ്ട കർമ്മമാണ്, എന്റെ ജീവിത ധർമ്മം അതാണ്, എന്റെ നിയോഗം അതാണ്. അതിനു പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പറയും തോറും ഇതിന്റെ ഡെപ്ത് കൂടും എന്നുള്ളതാണ്, അല്ലെ? ഇതിന്റെ ആഴത്തിലുള്ള ലേണിംഗ് നടക്കും. പഠിപ്പിക്കുന്നു, ടീച്ചേഴ്സിന് അറിയാം. ടീച്ചേഴ്സ് ശരിക്കും പഠിച്ചത് എപ്പോഴാണ്? നിങ്ങള് സ്കൂളിലും കോളേജിലും പഠിച്ച സമയത്തല്ല പഠിച്ചത്, കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്താണ് മിക്ക ടീച്ചേഴ്സും പഠിച്ചത്. സ്വർണം തോന്നിയിട്ടില്ലേ? ഞാൻ എന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എന്താണ്, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ ശരിക്കും പഠിച്ചത് ട്യൂഷൻ എടുത്തിട്ടാണ്. എന്റെ അവസ്ഥ പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്റെ ടീച്ചിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. SSLC റിസൾട്ട് അറിയുന്നതിന് മുന്നേ ട്യൂഷൻ തുടങ്ങിയ ആളാണ് ഞാൻ. എക്സ്പീരിയൻസ് അത്രയുണ്ട്. 99 മുതൽ ടീച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. 99 മുതൽ 10ാം ക്ലാസ് റിസൾട്ട് ആണെങ്കിൽ കാത്തുന്നിട്ടില്ല. അപ്പോഴേക്കും എന്റെ അയൽപ്പക്കത്തിൽ കുട്ടിക്ക് ഹോം ട്യൂഷൻ എടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റൂല എനിക്ക്. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കണം. അത് അന്നേ ഉള്ള ഒരു പാഷൻ ആയിരുന്നു. അങ്ങനെ പറയും തോറും, എങ്ങനെ പ്രകടിപ്പിക്കും തോറും എന്താ സംഭവിക്കുക? ക്ലാരിറ്റി വർദ്ധിക്കും, അല്ലെ? കോൺഫിഡൻസ് വർദ്ധിക്കും, ഡെപ്ത് കൂടും. ഞാനിങ്ങനെ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ബോറടിക്കും എന്നാണ് ചില ആൾക്കാരെ പേടി, അല്ലേ? സ്വർണം കുറെ ആളുകൾ പേടി എന്താണ്, പറഞ്ഞു തന്നെ ആവർത്തിക്കും ബോറടിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന പല ടോപ്പിക്സും ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ, എന്നിട്ടും എന്താ ആൾക്കാർക്ക് ബോറടിക്കാത്തത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെ? സ്വർണം ഞാൻ പറയുന്ന പല പോയിന്റുകളും പല പ്രാവശ്യം പല ക്ലാസ്സുകൾ ആവർത്തിച്ച് പറഞ്ഞതല്ലേ? സ്വർണം എന്നിട്ടും അത് ബോറടിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കാം അതിന്റെ അർത്ഥം? ബോറടിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞോളൂ, നിങ്ങളെ ഭാഗത്തിൽ വീണ്ടും അത് കേട്ടതന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ വരുന്നതിന്റെ, അത് നമ്മൾ റിപ്പീറ്റഡ്ലി പറയും തോറും ഡെപ്ത് കൂടും, ആഴം കൂടും, അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടും, ഡെപ്ത് കൂടും, അല്ലെ? അതാണ് റെപ്പറ്റീഷൻ ഈസ് എ മദർ ഓഫ് കീ. അതൊന്നുകൂടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പം പാസീവ് റീഡിങ്, പാസീവ് ലേണിങ്ങിന് പകരം പഠിക്കുന്നതെന്തോ അത് കൂടെ, അവിടെയാണ് ഗ്രൂപ്പ് സ്റ്റഡിയുടെ പ്രത്യേകത. ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരിക്കൽ ചില ആളുകളെ കണ്ടിട്ട് തനിച്ചിരിക്കുന്ന ആളുകളുണ്ടോ, അത് ചില ആളുകൾ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന്. അങ്ങനത്തെ ആളുകൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഞാൻ പറയാം, ചില ആളുകൾ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്, അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. എന്നല്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടി വരുന്നുണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടെയുള്ള ആളുകളെ കണ്ടെത്തുക. ഞാൻ ചെറുപ്പത്തിലെ കൂടുതലും കൂടെയുള്ള ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആളായിരുന്നു ഞാൻ കേട്ടോ.
ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആളായിരുന്നു. എൻ്റെ കൂടെ 2 പേര്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഇരുന്നിട്ട് നന്നായിട്ട് ഇരുന്ന് അതിന്റെ ഇടയിൽ ചിലപ്പോൾ പല തമാശകളും കളികളും രസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും അത് ബോറടിക്കാതെ മണിക്കൂറുകളോളം ഇരിക്കാൻ സഹായിച്ചിരുന്നു. കാരണം എന്താ, ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്തും പരസ്പരം സപ്പോർട്ട് ചെയ്തും അത് ആസ്വദിക്കലാണ്. അത് ആസ്വദിച്ച് അല്ലെ, ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നമുക്ക് ഗ്രൂപ്പ് ലേണിംഗ്, ഷെയറിങ് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അവിടെ പ്രസന്റേഷൻ നടത്താം. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ സെമിനാറിന് പ്രസന്റേഷൻ നടത്തുന്ന പോലെ അവസരം കിട്ടുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുന്നതോടെ നമ്മുടെ ഡെപ്ത് കൂടും അല്ലെ. പിന്നെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എഴുതുന്ന സ്വഭാവം തന്നെ കുറച്ചും കൂടെ വെറൈറ്റി അടിച്ചു. നല്ല ഇപ്പൊ ഇവിടെ ഇപ്പം ഏതെങ്കിലും പഴയ ബുക്കിൽ എഴുതുന്നതിന് പകരം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പുസ്തകത്തിൽ എഴുതുക. ഇപ്പോ അങ്ങനെ കുറെ പുസ്തകങ്ങൾ ഇറക്കുന്നു, ക്ലാസ്മേറ്റ് പോലും ഇതൊക്കെ നല്ല നല്ല അല്ലെ, കണ്ടാൽ തന്നെ എഴുതാൻ തോന്നും. ചില ആൾക്കാരെ കണ്ടിട്ട് എഴുതാൻ തോന്നുന്നില്ല. കാരണം എന്താ, ഇന്റെ ഹാൻഡ് റൈറ്റിംഗ് കയ്യിൽ എഴുതണ്ടെന്ന് വിചാരിച്ചു. സ്വയം ഹാൻഡ് റൈറ്റിംഗ് അത്ര മോശമാണ്. അങ്ങനെ ബുക്ക് വാങ്ങിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കിയിട്ട് എഴുതാറ്. എഴുത്ത് തുടങ്ങാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കിയിട്ട് എഴുതാം. അങ്ങനെയല്ല, അതായത് അത് അത്രയും നല്ല രീതിയിൽ ആ ബുക്ക് കളർഫുൾ ആയിട്ട് പേജുകൾ നോക്കിയിട്ട്, അപ്പൊ നല്ല പേന ഉപയോഗിക്കുക അല്ലെ, നല്ല കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്യാന്നുള്ളതാണ്. സൈക്കോ മോട്ടോർ സ്കിൽ എന്നാ പറയുക അല്ലെ. എന്താണ്, മനസ്സും ശരീരവും ഒരേ സമയം എൻഗേജ്ഡ് ആകുന്നത് സ്റ്റഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? മനസ്സും ശരീരവും എൻഗേജ്ഡ് ആയിട്ട് വെറൈറ്റി, എപ്പോഴും പഠനത്തിൽ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. ബോറടിക്കുന്നുണ്ടെങ്കിൽ വെറൈറ്റി ഇല്ല. നിങ്ങൾ ഒരേ രീതിയിൽ ഒരേ പാറ്റേൺ ആവർത്തിക്കുകയാണ്. എപ്പോഴും വെറൈറ്റികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ക്ലിയർ അല്ലേ? ഏത് രീതിയിലാണ് വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുക? എഴുതുന്ന പേന മാറുമ്പോ വരെ വെറൈറ്റി ആവും, എഴുതുന്ന പുസ്തകം മാറുമ്പോ അല്ലെ, ഇരിക്കുന്ന റൂം മാറുമ്പോ. ശരി, ശ്രദ്ധിക്കട്ടോ, ആംബിയൻസ് ചേഞ്ച് ചെയ്യാം. ആംബിയൻസ്, ഇരിക്കുന്ന സ്ഥലങ്ങൾ മാറുക. ക്ലിയർ അല്ലേ? യെസ്, ഓരോ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മാറ്റിക്കൊണ്ടേയിരിക്കാം അല്ലെ. ഇരിക്കുന്ന സ്ഥലങ്ങൾ മാറുക, സമയം മാറുക. അത് മറ്റൊരു ഇതാണ്. ചില ആളുകൾ പറയും ഒരേ സമയം എല്ലാ ദിവസവും പഠിക്കണം. അങ്ങനെയൊന്നുമില്ല. സമയം മാറുക. ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന, പഠിക്കാൻ പറ്റിയ സമയം എന്താ? ആരെങ്കിലും പറയും ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം എന്താ വെച്ചാൽ എന്താ പറയാ? പറയൂ. മോർണിംഗ് എന്ന് പറയും. ഏറ്റവും വലിയ രസം കേൾക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച സമയം ഈവനിങ്. എന്റെ ഈ ശീല ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവേ. 4 മണി മുതൽ 6 മണി വരെ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഈവനിങ് കാറ്റ് കൊണ്ട് പഠിക്കുമ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാകുമായിരുന്നു. എന്റെ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ നന്നായി കളിച്ചിരുന്ന ടൈമായിരുന്നത്. പക്ഷെ രാവിലെ ചിലപ്പോൾ ഒരു മയക്കും ഉറക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്റെ ശീലമായിരുന്നു കേട്ടോ. ഒരുപാട് കിടന്നുറങ്ങാനല്ല പറഞ്ഞു കേട്ടോ, ഒരു മയക്കൊക്കെ ഉണ്ട്. എന്നാലും ബാക്കി സമയം ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രൈം ടൈം കണ്ടെത്തുക. ഓരോരുത്തർക്കും പ്രൈം ടൈം ഉണ്ടാവും. എന്താ പ്രൈം ടൈം? ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു ടൈം ഉണ്ടാവും. ചില ആളുകൾ നട്ടപ്പാതിരിക്കും, രാത്രിയായിരിക്കും അല്ലെ, എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ശാന്തമായിരുന്നിട്ട് 2 മണിയിലേക്ക് ഇരിക്കുന്ന അങ്ങനെ ശീലമാണ്. എന്നിട്ട് രാവിലെ നന്നായിട്ട് കിടന്നുറങ്ങുന്നു. അത് നല്ല ശീലമല്ല എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായുള്ള ഉറക്കത്തിന്റെ ശീലം പറയുന്നത് 10 to 4 ആണ് കേട്ടോ. പഠനങ്ങൾ പറയുന്നതാണ് ബെസ്റ്റ് സ്ലീപ്പിംഗ് ടൈം 10 to 4 ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബെസ്റ്റ് സ്ലീപ്പിംഗ് ടൈം. അതൊരു ശീലമാക്കിയാൽ നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് 1 മണി 2 മണി വരെയൊക്കെ പഠിക്കണം, കുഴപ്പമൊന്നുമില്ല. അത് തെറ്റൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടെത്തുക. എനിക്ക് എന്റെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായത്, ഞാൻ നേരത്തെ പരമാവധി 10 മണിക്ക് കിടന്ന് ഒരു 4 മണിക്ക് എണീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ചില വൈകുമ്പോൾ ഒരു 5 മണി വരെയൊക്കെ പോകും. അല്ല, വല്ലാതെ വൈകും. എന്നാലും 12 1 മണി വരെയൊക്കെ ഇരിക്കും. എന്നാലും ഒരു 5 മണിക്കെങ്കിലും എണീക്കുന്ന രീതിയിലേക്ക് അത് മാറ്റും. അല്ലെ, ഒരു ഒരാൾക്കാർ അങ്ങനെ എണീക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സ്റ്റഡി ഹാബിറ്റ്സിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യാം, ഇതിനെ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അതിന്റെ പ്രൈം ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യാം, അതാണ് ഐഡന്റിഫൈ പ്രൈം ടൈം. നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട്, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചില സമയങ്ങൾ ഉണ്ടാവാം. അത് കണ്ടെത്തുക എന്നുള്ളത്.
അപ്പൊ ബോറടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ടേക്ക് ബ്രേക്സ്. അവിടെ ബ്രേക്ക് എടുക്കും. ബോറടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കും. ക്ലിയർ അല്ലേ? ബോറടിക്കുന്നു തോന്നുന്നെങ്കിൽ യു ക്യാൻ ടേക്ക് ബ്രേക്സ്. പിന്നെ മറ്റൊരു കാര്യമാണ് സ്റ്റേ ഓർഗനൈസ്ഡ്. ചില സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാല് പഠിക്കാനുള്ള മൂടാണ് പോകും അല്ലെ? എന്തായിരിക്കും? ചില റൂമിലൊക്കെ കയറി കഴിഞ്ഞാല് പഠിക്കാനുള്ള മൂടാണ് പോകുന്നത്. അതാകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു. തോന്നിയിട്ടുണ്ടോ? കുട്ടികളെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നുണ്ടാവില്ലേ, ബുക്ക് നല്ലൊരു വെക്കൂല, അങ്ങോട്ട് ഡ്രസ് അവിടെ കഴിച്ചിട്ട് ഇന്നലെ കുടിച്ച പായസത്തിന്റെ ഗ്ലാസ് അതിന് മുകളിൽ അവിടെ ഉറുമ്പ് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. രാവിലെ എണീക്കുമ്പോ തന്നെ ആ ശീലം തുടങ്ങണം. ബെഡ്, മേക്കിംഗ് ബെഡ് എന്നുള്ള ശീലം. അതായത് മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും. കൂടെ അല്ലാത്ത സ്ഥിതിക്ക് രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ ചുളിയാതെ വിരിച്ച് വെച്ചിട്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഡെയിലി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഹാബിറ്റ് അവിടെ ബിൽഡ്, നല്ലൊരു സുഖം. അപ്പൊ റൂമിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവുന്നില്ല, ഇല്ലാത്തവർ ശ്രദ്ധിക്കും. റൂം സ്റ്റഡി റൂം, ബെഡ്റൂം, സ്റ്റഡി റൂം മാത്രമല്ല ബെഡ്റൂം. കാരണം നമ്മളൊരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം അവസാനിക്കുന്നതും എവിടെയാണ്? ബെഡ്റൂമിലാണ്. ശരിക്കും മനസ്സിലാക്കുക അല്ലെ? ബെഡ്റൂം എത്രത്തോളം മനോഹരമാണ് അത്രത്തോളം നമ്മളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യും. ബെഡ്റൂം മനോഹരമായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണെന്ത്? യെസ്. പിന്നെ എന്ത് ചെയ്യാം? ഓർഗനൈസ്. പുസ്തകങ്ങള് ഓരോന്നും വെക്കുന്നതിലൊരു സിസ്റ്റം. ഒരുപാട് സമയം തിരയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഒരു സാധനം നമ്മൾ കൂടെ പേന എവിടെ, ബുക്ക് എവിടെ അല്ലെ? സ്കൂൾ പോകാൻ നേരത്തെ കുട്ടികൾ ചോദിക്കില്ലേ, എന്റെ ബുക്ക് എവിടെ, എന്റെ പേന എവിടെ, എന്റെ ബോക്സ് എവിടെ എന്ന് ചോദിച്ചിട്ട് അല്ലെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത വിധം സ്റ്റേ ഓർഗനൈസ്ഡ്, ഡിസിപ്ലിൻഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ശീലം പഠിക്കാൻ അല്ലേ? പിന്നെ എന്ത് ചെയ്യാം? റിമൈൻഡർ. നമ്മൾ ആ ഒരു ഷെഡ്യൂള് ശരിക്കും നമുക്ക് കാണുന്ന രീതിയിൽ റിമൈൻഡർ വെക്കാം അല്ലെ? അത് മൊബൈൽ സോഫ്റ്റ്വെയർ ആവാം. ഞാൻ പരമാവധി മൊബൈൽ പ്രോത്സാഹിപ്പിക്കാറില്ല. മൈൻഡ് ചിലപ്പോൾ വാട്സാപ്പ് നോട്ടിഫിക്കേഷനോ ഫേസ്ബുക്ക് ഒക്കെ വരും, നോട്ടിഫിക്കേഷൻ വേണ്ടി പിന്നാലെ പോയിട്ട് അവസാനം ഡിസ്ട്രാക്ഷൻ സംഭവിക്കാറ്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറി ഉപയോഗിക്കാം. ഡയറി ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായുള്ള ഒരു മോണിറ്ററിങ്, ഇവാലുവേഷൻ അല്ലെ? ഇപ്പൊ നിങ്ങൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? ഈ ടു ഡു ലിസ്റ്റ്, അത് ചെക്ക് ലിസ്റ്റ് പോലെ ടിക്ക് ചെയ്യാം. അത് ചെയ്തോ ഇല്ലേ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ പഠിക്കാൻ എത്രയാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്, ഏതാണ് വായിക്കാൻ, എന്തെല്ലാം ബുക്സ് ആണ് വായിക്കാൻ ഉദ്ദേശിച്ചത്, എന്തെല്ലാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ, എന്തെല്ലാം കോഴ്സുകൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് ചിലപ്പോൾ ക്ലാരിറ്റി വരണമെങ്കിൽ വീണ്ടും വീണ്ടും കുറെ ദിവസങ്ങൾ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യേണ്ടി വരും. എങ്കിലും ഡെയിലി അത് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെൽഫ് കെയർ കൊടുക്കുക. പഠനം 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 എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെസ്സായി മാറരുത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ചില മെസ്സേജുകൾ വരാറുണ്ട്, സാറേ PSC ആണ് ഭയങ്കര എന്റെ അവസാനത്തെ ചാൻസ് ആണ് സാറേ. അങ്ങനെ ചാൻസ് ഒന്നുമില്ല. ലോകത്ത് PSC കിട്ടിയ ആൾക്കാരാണോ വിജയിച്ച്? PSC കിട്ടാൻ സന്തോഷം അല്ലേ? ഞാൻ നല്ലൊരു ഗവൺമെന്റ് ജോലി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ വന്നിരിക്കുന്നത്, റിസൈൻ ചെയ്തിട്ട്. ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചിട്ട് PSC കിട്ടിയാലും രക്ഷ, എന്തെങ്കിലും ജോലി സാറേ, ഒരു സ്വീപ്പർ പോസ്റ്റ് എങ്കിലും, പ്യൂണിന്റെ പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. പൂവർ മൈൻഡ് സെറ്റ്, ദാരിദ്ര്യം പിടിച്ച മൈൻഡ് സെറ്റാണ് മലയാളികൾ. ഞാൻ എപ്പോഴും പറയാം, വലുതായി ചിന്തിക്കുക. ഒരു PSC കിട്ടാതിരിക്കുന്നത്, എനിക്ക് ജോലി ആദ്യം എന്താണ് നമ്മൾ പറയില്ലേ, ജോലി കിട്ടിയത് കുറെ ആൾക്കാരെ വലിയ ട്രാപ്പ് എന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാരണം അത്രയും വലിയ കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം ട്രാപ്ഡ് ആയി പോകുന്നു, സ്റ്റക്ക് ആയി പോകുന്നു. അപ്പൊ അത് രക്ഷപ്പെടാൻ ചെയ്യണം, നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലെ? അത് ഒരു ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റോട് കൂടെ, വലിയ വിശാലമായ മനസ്സോടുകൂടിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ? ചെറിയ മനസ്സോടുകൂടിയല്ല, വലിയ മനസ്സോടുകൂടി പഠിക്കണം. വലിയ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് വലിയ സ്വപ്നങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. അതേസമയം തന്നെ പ്രസന്റിൽ ചെയ്യുന്ന, പഠിക്കാതിരിക്കുമ്പോൾ ചെയ്യേണ്ട വലിയ മൈൻഡ് സെറ്റ്, വലിയ ലക്ഷ്യം കണ്ടായിരിക്കണം. അതേസമയം ഓരോ നിമിഷം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത്. ഹാപ്പി ആൻഡ് പീസ്ഫുൾ മൈൻഡിലാണ് പഠനം നടക്കുക. സ്ട്രെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോലി എന്നുള്ള സ്ട്രെസ് പോലെ തന്നെ പഠനം ഒരുപാട് ആൾക്കാർക്ക് സ്ട്രെസ് ആണ്. പഠനം ഒരിക്കലും സ്ട്രെസ് അല്ല, എൻജോയ്മെന്റ് ആണ്. നീ സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ ജോലി മാത്രം കണ്ടിട്ടാണ്.
നിങ്ങൾ ഒരുപക്ഷെ കണ്ട ജോലിയായിരിക്കില്ല. ഞാൻ എൻ്റെ പഠനകാലത്ത് ലക്ഷ്യം വെച്ചത് ഒരു ഹൈസ്കൂൾ അധ്യാപകനാവുക എന്ന് മാത്രമായിരുന്നു. ഇന്ന് ഞാൻ അതല്ല ചെയ്യുന്നത്. അല്ലെ, അറിയാമോ നിങ്ങൾക്ക്? അപ്പോ അത് എൻഡ്ലെസ് ആണ്. അത് നിരന്തരമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒതുക്കി വെക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ വിചാരിച്ച ഈ ജോലി കിട്ടിയാലേ ഹാപ്പി ആവുള്ളൂ. ആര് പറഞ്ഞു? ഞാൻ അത് വിചാരിച്ച എങ്ങനെ ബി.എഡ് കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പി ആകുന്നായിരുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കലാണ് ഏറ്റവും വലിയ ജീവിത പാഠമെന്നും കോഴ്സും സർട്ടിഫിക്കറ്റും നേടലല്ല പഠനം, ജോലി നേടലല്ല പഠനം, അറിവ് നേടലാണ്, തിരിച്ചറിവ് നേടലാണ് പഠനം. ആ തിരിച്ചറിവ്, ആ അറിവ് നിങ്ങൾക്ക് ജോലി കൊണ്ടുവന്നു തരും. അതാണ് അറിവിന് വേണ്ടി പഠിക്കുക, സ്കില്ലിന് വേണ്ടി പഠിക്കുക. നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാത്ത കാര്യം അത്. നമ്മളെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. ജോലി 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 എന്ന് പറഞ്ഞിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ. നമ്മൾ ഇത്രയും വിശാലമായുള്ള കഴിവുള്ള നമ്മളെ ജോലിക്ക് വേണ്ടി പഠിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിന് പഠിക്കൂ. ജോലി നിങ്ങളെ തേടി വരും. നിങ്ങളെ സ്ട്രെസ്സിന്റെ കാരണം ജോലിക്ക് വേണ്ടി പഠിക്കലാണ്. ജോലിക്ക് വേണ്ടി പഠിക്കണം, പക്ഷെ അതിൽ മുകളിലേക്ക് ജീവിതം എന്ന പഠനം നടത്തണം. അതാണ് ഉദ്ദേശം കേട്ടോ. ജോലിക്ക് വേണ്ടി തീരെ പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ജോലിക്കപ്പുറത്തേക്ക് ജീവിതം പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ബി.എഡ് കഴിഞ്ഞിട്ട് ജോലി നേടിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ജീവിതത്തിന് വേണ്ടി ഒരു ചുക്കും പഠിച്ചിട്ടില്ല. ഞാൻ ബി.എഡ് എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിച്ചതാണ്. ഒരു ചുക്കുപടി, ഒരു ഉപകാരമുള്ള ഒരു കാര്യം, കുറച്ച് കാര്യങ്ങൾക്ക് അവിടെ ഇവിടേക്ക് ബേസിക്കലി പഠിച്ചു എന്നതിനപ്പുറത്തേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു കാര്യവും. കാരണം സ്ട്രെസ് വരുമ്പം സ്ട്രെസ് മാനേജ്മെന്റ് അറിയില്ല, ലൈഫ് ഹാപ്പി അറിയില്ല, റിലേഷൻഷിപ്പ് അല്ലെ, ഫാമിലി ആയിട്ട് കല്യാണം കഴിക്കാൻ പോവല്ലേ, പഠനം കഴിഞ്ഞിട്ട് ഫാമിലി ലൈഫ് അങ്ങനെ അറിയില്ല, സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയില്ല, പിന്നെ എന്ത് ജീവിതം? നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അല്ലെ, ലൈഫിന് വേണ്ടി നിരന്തരം പഠിക്കുക. ആ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, പൈസ കൊണ്ടുവന്ന് തരും. കാരണം പണം എന്ന് പറയുന്നത് സ്കില്ലിൽ നിന്നുണ്ടാവുന്നതാണ്, അറിവിൽ നിന്നുണ്ടാവുന്നതല്ല. അതാദ്യം നോളജിൽ നിന്ന് ആരും എന്ത് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ടില്ല. അത് ലിമിറ്റഡ് ആണ്. നോളജിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നത് വളരെ അങ്ങനെ ഉണ്ടാവില്ല. നോളജ് സ്കില്ലാവുമ്പോൾ മാത്രമേ. എന്റെ നോളജ് കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഞാൻ ഇങ്ങനെ അവിടെ പ്രസന്റ് ചെയ്യണം അല്ലെ സ്വർണ്ണ. ഞാൻ നിരന്തരമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് എന്റെ സ്കില്ല് വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് എന്റെ നോളജ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അങ്ങനെയാണ് എന്റെ കരിയർ വളരുന്നത് അല്ലേ. അല്ലാതെ ആ നോളജ് കൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്ക് HSA സാധ്യതയുണ്ട്, ജോലി കളഞ്ഞു എന്നാണ്. ഞാൻ ജോലി എന്നോ വലിച്ചെറിഞ്ഞാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. എന്നെ തിരിച്ചാരും ജോലി, എന്റെ ചുറ്റുപാട് ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ജോലി കളഞ്ഞു. എനിക്ക് അങ്ങനെ ജോലി എന്ന് പറയുന്ന സാധനം പോലും എന്റെ മൈൻഡിലില്ല. എന്നോട് പറഞ്ഞതാണെന്ത്, എന്തൊരു സുഖമല്ലേ ജോലിക്കാർക്ക്, വയസ്സാം കാലത്ത് കാലും നീട്ടി കുത്തിർന്ന പോലെ കോയമ്പേച്ചാണ് കാലുമേ, പോസ്റ്റ്മാന് മണി ഓർഡർ ആയിട്ട് പൈസ ആയിട്ട് വരില്ല. ആർക്കാ വേണം നിന്നെ നക്കാപ്പിച്ച? പോകാൻ വേണം. അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് വയസ്സാം കാലത്ത് പൈസ ഇട്ടിട്ട് കാര്യമുണ്ടോ? യുവത്വം അത് അധ്വാനിക്കാനുള്ളതാണ്, സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ആർജവത്തിന് അഭിമാനത്തോടെ സ്വന്തം സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നേടാനുള്ളതാണ്. ക്ലിയർ അല്ലേ? സാമ്പത്തികം നേടണം അല്ലെ, സ്കില്ല് വർദ്ധിപ്പിച്ചാൽ ക്യാഷ് വരും, സംശയം. പണം വരും, സ്കില്ലാണ് പണം നേടാൻ പഠിക്കണം. നമ്മുടെ സ്കൂളിൽ പണം എങ്ങനെ നേടാൻ പഠിപ്പിക്കുന്നില്ല അല്ലെ. കാരണം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അറിയില്ല. ഒരു മാസത്തിൽ എണ്ണിച്ചിട്ട് അപ്പം ശമ്പളം വാങ്ങില്ലേ. ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തില്ല, ഞാനും ടീച്ചറായിരുന്നേ, കുറ്റപ്പെടുത്തില്ല. അങ്ങനെയാണ് നമ്മൾക്ക് ശീലിപ്പിച്ചതേ. മാസത്തിൽ ഇങ്ങനെ ഒരുക്കി അവസാനം ഇതാ കഥ പറയണ്ടല്ലോ, ശമ്പളം വാങ്ങുള്ള അവസ്ഥ. ശമ്പളക്കാട് ചോദിച്ചാൽ മതി അവസാനം എങ്ങനെയാണ്, അവസാനത്തെ ആഴ്ചക്ക് ഞാൻ തള്ളി നീക്കിയതാണോ. ഇതൊന്നും മോശമാണെന്നല്ല കേട്ടോ, അതൊക്കെ അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വേണം. പക്ഷെ അതിൽ ഒതുങ്ങി നിൽക്കരുത്.
എന്താ മാർഗം? പഠിക്കുക, 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 വീണ്ടും 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 പഠിക്കുക. ട്രാപ്പിൽ ഒതുങ്ങാതിരിക്കുക. ട്രാപ്പ്. ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നതല്ല ഞാൻ പഠിക്കണം, വീണ്ടും പഠിക്കണം, മരണം വരെ പഠിക്കണം. ഓക്കെ, യെസ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കടമായി ജീവിക്കേണ്ടി വരും. നമ്മുടെ നുസ്രത്ത് പറഞ്ഞത് ഈ കഴിവ് എപ്പോഴും കിട്ടും. കഴിവുണ്ടാണ് എന്ത് വേണം? സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്താ ചെയ്യണത്? ഒറ്റ ഉദാഹരണം പറയും. ഞാൻ എന്താ ചെയ്യണത്? എനിക്ക് സംസാരിക്കാൻ കഴിയും, ഡെയിലി സംസാരിക്കാം അല്ലേ? 700-ലധികം ക്ലാസ് എടുത്തിട്ടില്ലേ? നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കി 700-ലധികം മോർണിംഗ് ക്ലാസ് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഡിയാണോ? 70 ക്ലാസ് എടുക്കാൻ റെഡിയാണോ? നിങ്ങൾ 70 എന്നെ ചോദ്യം. 70 ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കുന്ന ആൾക്കൂടെ വരണം. വേണ്ട, 7 ക്ലാസ് മര്യാദക്ക് പ്രിപ്പയർ ചെയ്തെടുക്കും. 7 ക്ലാസ് മര്യാദക്ക് പ്രിപ്പയർ ചെയ്തെടുക്കും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ് മാറും. ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ് എടുക്കുന്നതാണ്. ടീച്ചേഴ്സ് സ്കൂളിൽ മാത്രമൊന്നുമല്ല, ഓൺലൈൻ ടീച്ചിങ്ങിന്റെ അപാരമായുള്ള സാധ്യതയുണ്ട്. ലക്ഷങ്ങളാണ് നല്ല സ്കിൽ ഉണ്ടെങ്കിൽ. ലോകം മുഴുവനും സ്റ്റുഡൻസ് ആണ് ഓൺലൈനിൽ. ഈ സൂം നമ്മുടെ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ എങ്ങനെയത് ബിൽഡ് ചെയ്തത്? സൂം അല്ലേ? നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടില് രാവിലെ ചായക്ക് കുറിച്ച് വന്നിരിക്കും. ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വണ്ടിക്ക് പോകുന്നു. എല്ലാ കാര്യവും അത്ര മനോഹരമായിട്ടാണ് അല്ലേ? ഇത്രയും നല്ല ഓൺലൈൻ. ഒരു കാര്യം മനസ്സിലാക്കുക, പഠിക്കാൻ ഇത്രയും വലിയ ഭാഗ്യം ലഭിച്ച ആളുകൾ ലോകത്ത് വേറെയില്ല. കൊറോണ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മള്. എല്ലാരും ഓൺലൈനുണ്ട്, എല്ലാവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. നിങ്ങളെ ബ്രാൻഡ് ചെയ്യാം. എനിക്ക് പറയാനുള്ള കാര്യമാണ് സ്കില്ല്. നിങ്ങൾക്ക് കഴിവുണ്ടോ? ആ കഴിവിനെ ആൾക്കാരെ അറിയിക്കുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും എവിടെയൊക്കെ നിങ്ങൾ അറിയാൻ പറ്റും, അറിയിക്കുക. മടിച്ചിരുന്നോ? പോയി. ഞാൻ എന്താ ചെയ്യണത്? ഇത് നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലേ? ഇതില് മാക്സിമം ആരോ നിങ്ങൾ മിനിയാന്ന് വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു ടീമിന്റെ. ഒറ്റ ദിവസം എടുത്ത് 46 വീഡിയോ ആണ്. നിങ്ങൾ മനസ്സിലാക്കണേ. മിനിയാന്ന് 2 ദിവസം മുന്നേ കഴിഞ്ഞ് ഏതാ ദിവസം? ശനിയാഴ്ച. 46 വീഡിയോ ആണ് ഒറ്റ ദിവസം ഞാൻ എടുത്തത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3:30-ക്കുള്ളിൽ 46 വീഡിയോസ് ആണ് ഞാൻ എടുത്തത്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വരും അല്ലെ? അതാ നമ്മള് സ്കില്ല് വർദ്ധിപ്പിക്കുക അല്ലെ? നമുക്ക് അറിയുന്നത് പുറത്ത് ആളുകളെ അറിയിക്കുക. അത് സ്കില്ല് വർദ്ധിപ്പിക്കുക. അത് ഹാബിറ്റ് ആക്കി ഡെയിലി ചെയ്ത് അത് ഹാബിറ്റ് ആക്കി മാറ്റും. നിരന്തരമായിട്ട് ഹാബിറ്റ് ആക്കി മാറ്റും. ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി തികച്ച സമയത്ത്, ഞാൻ പലപ്പോഴും സ്റ്റുഡൻസ് മോട്ടിവേഷൻ ക്ലാസ് അത് പറയും, 100-ൽ 100 തികച്ച സമയത്ത് ഗ്രൗണ്ടിൽ വെച്ചൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അന്നത്തെ കളി കഴിഞ്ഞതിന് ശേഷം. അപ്പം സച്ചിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ മെസ്സേജ് യു വാണ്ട് ടു ഗിവ് ടു ദ യങ് ജനറേഷൻ ഹു വാണ്ട് ടു ബി പ്ലേയേഴ്സ് ലൈക്ക് യു? നിങ്ങളെ പോലെ മികച്ച കളിക്കാരനാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് സംസാരിക്കുകയാണ്? അദ്ദേഹം പറയുന്നുണ്ട്, എൻജോയ് ദ ഗെയിം, ചേസ് യുവർ ഡ്രീം. ഗെയിം എൻജോയ് ചെയ്ത് കളിക്കുക, സ്വപ്നങ്ങളെ പിന്തുടരുക. നിങ്ങളോട് പറയാനുള്ളതാണ്, എൻജോയ് ദ പ്രോസസ്, എൻജോയ് ദ ലേണിംഗ്. പഠനം എൻജോയ് ചെയ്യുക, എൻജോയ് ദ ലേണിംഗ്, എൻജോയ് ദ പ്രോസസ്, ചേസ് യുവർ ഡ്രീം. ആ ഡ്രീം നിങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ആ ഡ്രീം, അത് വിടാതെ പിന്തുടരാം. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ. എന്തായാലും അതാണ് ഡ്രീം ഫോളോ ചെയ്യാൻ വേണ്ടി, അത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ കമ്മ്യൂണിറ്റിയും. ഇത് ഞാൻ മാത്രം ക്ലാസ് എടുക്കുക എന്നല്ല, ഇത് കേട്ടുകൊണ്ട് ഇതിൽ പ്രചോദിതമായിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ലൈഫിൽ, ബിസിനസ്സിലും ജോലിയിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കി ക്ലാസ് എടുക്കുന്നവർ പലരും ഉണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം, വലിയ അവസരങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. EFT ഗുരു എന്നുള്ള EFT ഗുരു LLP എന്നുള്ള നമ്മുടെ ഈ ഒരു പുതിയ ഒരു മാസമായി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളിതിൽ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് ഗ്രോയിങ് ടുഗദർ ആസ് എൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. എന്റെ ഡ്രീം അതാണ്.
ഇതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. ദുബായ് ബേസ്ഡ് ചെയ്തുകൊണ്ട് UAE ബേസ്ഡ് ചെയ്തുകൊണ്ടുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന. ഓൺലൈൻ ഓൾറെഡി നമുക്ക് എല്ലാ രാജ്യങ്ങളും ആളുകളുണ്ട്. ഇനി ഓഫ്ലൈൻ ആയിട്ട് വലിയ വലിയ പദ്ധതികളുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? വലിയ പദ്ധതികളും വലിയ എല്ലാവർക്കും മെസ്സേജ് എത്തിക്കണം. എൻ്റെ ഒരു ദൗത്യം അതാണ്. എല്ലാവർക്കും അറിയാതെ ആളുകൾ ഇത് അറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാവും. ആളുകൾക്ക് ഇത് എത്തിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ വരുന്നത്, ലാംഗ്വേജ് ഇംഗ്ലീഷിലൊക്കെ ക്ലാസ്സുകൾ വരും. ആ രീതിയിൽ വലിയ സ്വപ്നങ്ങളാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വപ്നങ്ങളെല്ലാം അത് ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ സ്വപ്നം കാണുക, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേവലം സ്വപ്നം കാണുന്ന ഡെയിലി ആക്ഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ EFT മൈൻഡ് മാസ്റ്റർ എന്നുള്ള കോഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ബാച്ച് മെയ് 30 വ്യാഴാഴ്ച ആരംഭിക്കുന്ന സെക്കൻഡ് ബാച്ച് കുറെ ആളുകളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത എല്ലാവരും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ, ഫീഡ്ബാക്ക് പറയും. ഓക്കെ, താങ്ക് യു. യെസ്, നിസ്രത്ത് ആൻഡേഴ്സ് ചെയ്തിരിക്കുന്നു. പറയൂ. കമോ. ഞാന് കേൾക്കുന്നുണ്ടോ സാർ? കുറെ ആൾക്കാര് ഇതിനെ കുറിച്ച് എൻക്വയറീസ് നടത്താറുണ്ട്. നിങ്ങൾ ആരാണോ ഈ മോർണിംഗ് ക്ലാസ്സിലേക്ക് ക്ഷണിച്ചത് അവരൊക്കെ കണ്ടു കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോ, കേൾക്കാം. ഞാന് ഒരുപാട് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ ഞാൻ കേൾക്കാനായിട്ടാണോ? സംസാരിക്കുന്നുണ്ട് സർ. സൗണ്ട് കുറച്ച് കുറവാണ് അവരത്. ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് അവസാനം ഒരു മോട്ടിവേഷനും ഇല്ലാണ്ട ആയ സമയത്താണ് ഞാൻ EFTയിലേക്ക് എത്തുന്നത്. അപ്പോ വളരെ ഉപകാരപ്പെട്ട ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ്. കാണുന്നില്ല. സംസാരിക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ പറ. സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എസ് എങ്കിൽ എസ് പറയൂ. കേൾക്കുന്നത് എസ് പറയൂ. വളരെ ഉപകാരപ്പെട്ട EFT. അപ്പൊ എന്റെ ഹെഡ്സെറ്റിന്റെ ബേസിക് കോഴ്സ് ഉണ്ട്. ചെയ്യണം. നമുക്ക് ഒരുപാട് ഉപകാരമാവും. നമ്മളെ ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് ചേഞ്ച് ആകും. നമുക്ക് നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതന്നെ നമുക്ക് EFT ചേഞ്ച് ആക്കി തരും. അതന്നെയാണ് ഏറ്റവും വലിയ ഒരു അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാല്. നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ് EFT. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതിന്റെ ബേസിക് കോഴ്സ് എങ്കിലും കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്കും, എന്തെങ്കിലും ഒരു വിഷമമുള്ള ആളുകൾക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തേ കാര്യം നമ്മളെ ഹോണ്ട് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് EFT വഴി നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമുക്ക് നമ്മളെ ഫ്യൂച്ചറും നമ്മളെ പ്രസന്റ് ഒക്കെ വളരെ നമ്മളെ പ്രസന്റ് നമുക്ക് വളരെ നല്ല ഒരു പോസിറ്റീവ് ആക്കി മാറ്റാൻ നമ്മൾ EFT സഹായിക്കും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. താങ്ക് യു സർ. ഗ്രാറ്റിറ്റ്യൂഡും കൂടി അറിയിക്കണം. താങ്ക് യു നുസ്രത്ത്. വെരി ഗുഡ്. പറയൂ മുനീറ PP. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാന് വീഡിയോ ഓൺ ചെയ്തിട്ട് വരാൻ കാരണം സാറ് പറഞ്ഞു ക്ലാസ്സിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരെയാണല്ലോ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാം. ഒന്ന് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളത്, ഒന്ന് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ബാക്കിലിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാർ. അപ്പൊ എനിക്ക് ബാക്ക്ഔട്ട് ആവുന്നത് ഇഷ്ടമല്ല. ആക്ച്വലി ഞാൻ ബിസി ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് പണിയിലെടുക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഇടയിൽ കേൾക്കുന്നതാണ്. എനിക്ക് മിസ് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ ക്യാമറ ഓൺ ആക്കാനും വഴിയില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. എല്ലാ മാക്സിമം ഞാൻ എപ്പോഴും വീഡിയോയിലൊന്നും വരാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞത് മിസ്സാകുന്നത് കൊണ്ട് ഞാൻ പണിന്റെ ഇടയിൽ, ഇന്നലെ സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ കിച്ചണിന്റെ വർക്കിന്റെ ഇടയിൽ കേൾക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. എന്ത് പറയാനില്ല, ക്ലാസ് നല്ലത് എന്നതിലപ്പുറത്ത്, വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു ഫീല് ആണ് സാറിന്റെ ഓരോ സെഷനും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, പറയൂ. ആരെങ്കിലും ഉണ്ടോ? കമോൺ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സെഷൻ? എന്താണ് നിങ്ങൾ പഠിച്ചത്? എന്താണ് കിട്ടിയ കൂടുതൽ കുറിച്ച് ഒന്ന് ആരെങ്കിലും ഒന്ന് പങ്കുവെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. റഹീസ, ഓക്കെ, ഗുഡ്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
എന്താ പറയാ, സാറ് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ എപ്പോഴും വന്ന് പറയുന്നെന്ന്. സത്യം പറഞ്ഞാല് ആ വിഷയത്തിൽ ഓരോ സംഗതി നമുക്ക് കഴിയുമ്പോഴും ഓരോ അറിവാണ്. കാരണം ഞങ്ങൾ ഈ കേട്ട ക്ലാസ്സിന് നമുക്കിപ്പോ ഈ 12 ദിവസത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അന്ന് പറഞ്ഞു പോയതല്ല പിന്നേന്ന് കിട്ടുക. അപ്പൊ ഈ ഒരു ക്ലാസ് മുമ്പ് കേട്ടതാണെങ്കിൽ കൂടിയിട്ട് ഇതിന്ന് ഒരുപാട് ആ ചോദിച്ചതിന്റെ ഒരു മറുപടിയാണ്. കാരണം കേട്ടതന്നെ കേട്ടിട്ട് എന്താണ്, പക്ഷെ അതിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. EFT കയറിയവർക്ക് പ്രത്യേകിച്ച് അൽഹംദുലില്ലാ. എന്ത് പ്രതിസന്ധികളില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷെ ഏത് പ്രതിസന്ധികളിൽ ഞാൻ എവിടെ നിൽക്കണം, എന്റെ മനസ്സിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം, എല്ലാ വിഷയത്തിലും ഇടപെട്ടൊക്കെ തലമ്മ കയറ്റി വെക്കണോ വേണ്ടേ, എന്തായാലും നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിച്ച് തക്കതായ തീരുമാനം എടുക്കാൻ പറ്റും. ടെൻഷൻ ആവാതെ, അത് ജോലിയിലായാലും ഫാമിലിയിലായാലും എവിടെ ആയാലും ശരി അൽഹംദുലില്ലാ നല്ല ഹാപ്പിയാണ്. എന്ത് പ്രശ്നം മല പോലെ വന്നാലും മഞ്ഞ് പോലെ അതങ്ങ് പോണാണ്. അത് വലിയൊരു സംഭവമാണ്. ഗ്രൂപ്പിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കലുണ്ട്. നല്ല റിസൾട്ട് ആണ്. എല്ലാരും ഇത് പ്രാക്ടീസ് ചെയ്യണം. കഴിയുന്നവരൊക്കെ കയറണം. അത് നമ്മൾ സ്വന്തം റിസൾട്ട് ഉണ്ടാക്കി എടുക്കുമ്പോഴേ അത് അറിയുള്ളൂ. അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാബിറ പറയൂ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എനിക്ക് പറയാനുള്ളത് ഞാൻ റേഞ്ച് കുറവുണ്ടോ? റേഞ്ച് വിഷയമുണ്ടോ? ക്ലിയർ ആവുന്നില്ല. ചേരാൻ. ഹലോ, മുംതാസ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് EFTയിൽ വന്നതാരെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിന്. ഞാൻ എപ്പോഴും ഒരു പരാതി പറയുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ പ്രപഞ്ചശക്തി നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളത് ഞാൻ EFTയിൽ വന്നാലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പരാതികൾ പറയാതെ ഞാൻ ഹംദ് പറയാനേ എനിക്ക് സമയമുള്ളൂ. കിട്ടിയ കാര്യങ്ങൾക്കുള്ള ഹംദുകൾ മാത്രമാണ് ഞാൻ ഇപ്പൊ പറയല്. പരാതി ഞാൻ നിർത്തിവെച്ചു. അപ്പൊ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ആ ഒരു തിരിച്ചറിവ് എനിക്ക് EFTയിൽ വന്നാലാണ് തിരിച്ചു കിട്ടിയത്. ഞാൻ എപ്പോഴും ഈ കാര്യം ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ സാറിന് ഓർക്കാറുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണല്ലോ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നുള്ള ആ ഒരു ബോധം. അതേപോലെ റിലേഷൻ ആണെങ്കിൽ റിലേഷനൊക്കെ കൂടുതൽ ബെസ്റ്റായി. സാറിനോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഫാദറിന്റെ അടുത്ത് പോണതും, അങ്ങനെ ഫാദറിന്റെ അടുത്ത് പോയി നല്ല ട്രീറ്റ്മെന്റ്, നല്ല ഇതായിരുന്നു. പിന്നെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ഇപ്പൊ വിളിക്കലുണ്ട് ഒക്കെ. എല്ലാരും നല്ലൊരു ഇതിലായി. റിലേഷൻ മാറുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം കിട്ടിയ മാതിരിയാണല്ലോ. ഒരുപാട് താങ്ക്സ്. ആ ഒരു ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. അതായത് ഫാദറിന്റെ തിരിച്ചറിവ്, മദറിന്റെ അടുത്തേക്ക് പോവാനും പറ്റുന്നുണ്ട്. രണ്ടാളെയും ഒരേ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നന്ദി. വലിയ സന്തോഷം, വലിയ സന്തോഷം മുംതാസ്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. വലിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഷെയർ ചെയ്യുന്നു, സന്തോഷം. ഓക്കെ സമീറ, ഒരാളോട് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാട്ടോ. പറയൂ. ഗുഡ് മോർണിംഗ് സമീറ. വീഡിയോയിൽ വരാത്ത എന്താണ്? വീഡിയോയിൽ വരാൻ രാവിലത്തെ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ EFTയിൽ കൂടി ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഇതിൽപ്പെട്ടത്. ഞാൻ 5 മാസത്തോളം EFT രാവിലത്തെ മോർണിംഗ് ക്ലാസ് സാറിനത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം എനിക്ക് ഇതിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാഷിന്റെ ബുദ്ധിമുട്ട്, പല പ്രശ്നങ്ങളും കാരണമാണ് ഞാൻ ഇതിൽ കയറാതിരുന്നത്. ഹസ്ബൻഡിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ഹസ്ബൻഡിന് ഷുഗർ, മറ്റേ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പൊ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് കൊണ്ടാണ് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്ക് കൂടുതൽ ഇതിൽ അറിയത്തില്ല. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അസുഖങ്ങളും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പം ഞാൻ EFT കയറിയതോടുകൂടി എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഹോസ്പിറ്റലിൽ റംസാൻ മാസം കുറച്ച് 5-8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം തന്നെ ഷുഗർ കുറേ ഡൗണായി പോകുന്നു. ഞാൻ ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. താങ്ക് യു.
കൺഗ്രാജുലേഷൻ. വലിയ സന്തോഷം. ഒരുപാട് ആൾ ലൈഫിൽ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? ക്ലാസ് കേട്ടിട്ട്, മോർണിംഗ് ക്ലാസ് കേട്ടിട്ട് ഒരുപാട് മാറ്റം. പിന്നെ കോഴ്സിൽ വരുമ്പോൾ വളരെ ആഴത്തിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ EFT ഫാമിലിയുടെ കൂടെ കൊണ്ട് വലിയ ട്രാൻസ്ഫർമേഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരമാവധി ആൾക്ക് ഈ ക്ലാസ്സുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം തട്ടി ഹൃദയത്തിനടിക്കാൻ നന്ദിയും സന്തോഷവും സ്നേഹം അറിയിക്കുകയാണ്. once again congratulations to all for making miracles in life. ഓക്കെ, ഇനിയും ഒരുപാട് നമുക്ക് വളരാൻ കഴിയണം. ലെറ്റ്സ് ഗ്രോ ടുഗദർ. ഒരുമിച്ച് വളരാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. Hello, thank you very much, sir. Thank you. Thank you, sir. Thank you so much, sir. Thank you, sir. Thank you. Thank you. Thank you.